ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ക്രിസ്മസ് എക്സാമിൻ്റെ EVS അഥവാ പരിസര പഠനം ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രവർത്തനം 1 എന്താണെന്ന് നോക്കാം. ജില്ലാ കലോത്സവം കാണുന്നതിനായിട്ട് മിന്നുവും കൂട്ടുകാരും വിവിധ വേദികളിൽ എത്തി. അവർ കണ്ട കലാരൂപങ്ങളുടെ വിവരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവ ഏതൊക്കെ കലാരൂപങ്ങളാണെന്ന് കണ്ടെത്തി എഴുതാമോ എന്നാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം നമുക്ക്. 10ഓ 15ഓ സ്ത്രീകൾ സംഘമായിട്ട് അവതരിപ്പിക്കുന്നു. മണവാട്ടിയുടെ ചുറ്റിലും നിന്ന് കൈകൊട്ടിയാണ് നൃത്തരൂപം അരങ്ങേറുന്നത്. ഏതാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഏതാ കൂട്ടുകാരി? ഒപ്പനയാണ് അല്ലേ? ആൻസർ എന്താണ്? ഒപ്പന. അപ്പോൾ ഒപ്പനയെക്കുറിച്ച് നിങ്ങൾക്കൊരു കുറിപ്പ് എഴുതാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബാക്കിയുള്ള ഇതേപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസും ഒപ്പന ബേസ് ചെയ്തിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഒപ്പനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം കൂട്ടുകാരെ? എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? നമുക്കറിയാം, വടക്കൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ പ്രചാരമുണ്ടായ നൃത്തരൂപമാണ് എന്ത്? അതെ, ഒപ്പന അല്ലേ? അത് വിവാഹ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. പിന്നെ എന്താണ്? ഇതിന് മാപ്പിളപ്പാട്ടുകളാണല്ലേ സാധാരണഗതിയിൽ ഒപ്പനയിൽ ആലപിക്കുന്നത്. മണവാട്ടിയുടെ മുമ്പിൽ മണവാളന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന വിധത്തിലാണ് ഈ ഒപ്പനപ്പാട്ടുകൾ ഉണ്ടാവുക അല്ലേ? കൈകൾ കൊട്ടിയിട്ടാണ് ഈ നൃത്തരൂപം അരങ്ങേറുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, കഥാഗാനങ്ങൾ വില്ല് എന്നീ വാദ്യോപകരണം ഉപയോഗിച്ച് പാടി അവതരിപ്പിക്കുന്നു. ഏത് കലാരൂപമാണ് കൂട്ടുകാരെ? യെസ്, വില്ലടിച്ചാൻ പാട്ടാണല്ലേ. ഏതാ കൂട്ടുകാരെ? വില്ലടിച്ചാൻ പാട്ട്. അപ്പോൾ വില്ലടിച്ചാൻ പാട്ടിനെ കുറിച്ച് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം? മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂട്ടുകാർക്ക് അറിയാം? തെക്കൻ തിരുവിതാംകൂർ രൂപം കൊണ്ടൊരു കഥാകഥന സമ്പ്രദായമാണ് ഏത്? വില്ലടിച്ചാൻ പാട്ടല്ലേ. അപ്പോൾ ഈ വില്ലടിച്ചാൻ പാട്ടിന് മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. എന്തൊക്കെയാണ്? വില്ലുപാട്ട്, വിൽപ്പാട്ട്, വില്ലടിച്ചാൻ പാട്ട്, വില്ലടി, വില്ലുകൊട്ടിപ്പാട്ട് എന്നൊക്കെ ഇതിന് പേരുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക നിങ്ങൾ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം നൃത്തം, സംഗീതം, മുദ്ര, അഭിനയം എന്നിവയ്ക്ക് പ്രാധാന്യം. ഏതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ കൂട്ടുകാരെ. ഏതാണ്? കഥകളിയാണല്ലേ. കഥകളിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കൂട്ടുകാരെ. അതായത് കേരളത്തിൻ്റെ തനതായ ശാസ്ത്രീയ കലാരൂപമാണ് ഏത്? അതെ, കഥകളി അല്ലേ. അതുപോലെ ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാഷ്ടം, അഷ്ടപതിയാട്ടം, ദാസിയാട്ടം, തെയ്യാത്തിറം തുടങ്ങിയ പാടി ക്ലാസിക്കൽ നാടൻ കലാരൂപങ്ങളുടെ അംശം എന്തിൽ കാണാൻ നമുക്ക്? കഥകളിയിൽ ദൃശ്യമാണല്ലേ. അതേപോലെ രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചിട്ടാണ് കഥകളി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എന്താണ്? രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? കഥകളി ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഓക്കെ, കഥകളിയിലെ വന്ദന ശ്ലോകം, തോടയം, മേളപ്പദം തുടങ്ങിയതാണ് പ്രാരംഭ ചടങ്ങുകൾ. കഥകളിയിൽ വന്ദന ശ്ലോകം, തോടയം, മേളപ്പദം തുടങ്ങിയ പ്രാരംഭ ചടങ്ങുകൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ ഈ സാഹിത്യം ആട്ടക്കഥ എന്നാണ് അറിയപ്പെടുന്നത്. കഥകളി എന്താണ്? ഈ സാഹിത്യമാണ്. ആട്ടക്കഥ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ എന്തൊക്കെയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്ന് പറയുന്നത് കൂട്ടുകാരെ? ചെണ്ടം, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണല്ലേ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ചെണ്ടം, മദ്ദള, ചേങ്ങില, ഇലത്താളം തുടങ്ങിയവയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് നോക്കൂ. മംഗലം കളിയാണല്ലേ. അപ്പോൾ മംഗലം കളിയെ കുറിച്ചിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ, നമുക്കറിയാം മംഗലം കളി എന്താണ് കൂട്ടുകാരെ? വിവാഹ ആഘോഷ ചടങ്ങുകളിൽ കാണുന്ന സവിശേഷതയാർന്നൊരു കലാരൂപമാണ് ഏത്? മംഗലം കളി അല്ലേ. അപ്പോൾ സ്ത്രീ പുരുഷന്മാർ പാട്ടിൻ്റെയും തുടിയുടെയും താളത്തിനൊത്ത് നൃത്തം വെക്കുന്ന മംഗലം കളിയുടെ വാദ്യസംഘത്തിൽ പൊതുവെ തുടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ലഘു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കലാരൂപങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ കലാകേരളം എന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചാപ്റ്റർ നന്നായി പഠിച്ചു വയ്ക്കുക. ചാപ്റ്ററിൽ ഓരോ കലാരൂപങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ടല്ലേ. ആ കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായത് കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. കേരളത്തിലെ സംഗീതശാഖയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര്? സ്വാതി തിരുനാൾ. ഇനി പ്രസിദ്ധ നാടൻപാട്ട് രചയിതാവാണ് മോയിൻകുട്ടി വൈദ്യർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായത് കണ്ടെത്തി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 1 മാത്രം ശരിയാണ്, 2 മാത്രം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയല്ല എന്നാണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 1, 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ കൂട്ടുകാരെ? ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിൽ ഏതാണ് ശരി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ലേ ശരിയായിട്ടുള്ളൂ. പ്രസിദ്ധ നാടൻപാട്ട് രചയിതാവാണോ മോയിൻകുട്ടി വൈദ്യർ? അല്ലല്ലേ, മാപ്പിളപ്പാട്ടിലാണല്ലേ. മാപ്പിളപ്പാട്ടിൻ്റെ രചയിതാവല്ലേ മോയിൻകുട്ടി വൈദ്യർ. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. എ മാത്രം ശരിയാണ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2, പറക്കുന്ന കൂട്ടുകാർ. നീനു തന്റെ പരിസരത്ത് കണ്ട പക്ഷികളെ നിരീക്ഷിച്ചു കണ്ടെത്തിയ കാര്യം കുറിച്ചു വെച്ചു. അനുയോജ്യമായവ വരച്ചു ചേർക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായ കൊക്ക് വായുവിൽ പറന്ന് നിൽക്കാൻ കഴിയുന്നു എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തേൻ പറക്കാൻ കഴിയാത്ത പക്ഷി ഏറ്റവും വലിയ പക്ഷി. കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന പക്ഷി അടയിരിപ്പുകാലം തീരുന്നതുവരെ പെൺപക്ഷി കൂടുവിട്ട് പുറത്തു പോകില്ല. വളഞ്ഞ മൂർച്ചേറിയ ചുണ്ടും വളഞ്ഞ നഖങ്ങളുമുള്ള ഇരപിടിയൻ. അപ്പൊ ഇതിൽ നോക്കൂ, ഫസ്റ്റ് വണ്ണ് നോക്കൂ. പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായ കൊക്ക് വായുവിൽ പറന്ന് നിൽക്കാൻ കഴിയുന്നു. ഏതാണ്? തേൻകുരുവിയാണ് അല്ലേ. ആൻസർ എന്താണ്? തേൻകുരുവി. ഓക്കെ, പറക്കാൻ കഴിയാത്ത പക്ഷി ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷി അല്ലേ. കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന പക്ഷി അടയിരിപ്പുകാലം തീരുന്നതുവരെ പെൺപക്ഷി കൂടുവിട്ട് പുറത്തു പോകില്ല. ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. ഇനി വളഞ്ഞ മൂർച്ചയേറിയ ചുണ്ടും വളഞ്ഞ നഖങ്ങളുമുള്ള ഇരപിടിയൻ. ആരാ കൂട്ടുകാരെ? പരുന്താണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദേശാടന പക്ഷികൾ എന്നാൽ എന്ത്? 2 ദേശാടന പക്ഷികളുടെ പേരെഴുതാമോ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ദേശാടന പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ്? ഭക്ഷണം, പ്രജനനം, പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടൽ എന്നിവയ്ക്കായി ചിലയിനം പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് നിന്ന് ദൂരദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കും അല്ലേ. അപ്പൊ ഇത്തരം പക്ഷികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദേശാടന പക്ഷികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ദേശാടന പക്ഷികൾക്ക് 2 ഉദാഹരണവും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ഏതൊക്കെ പേരെഴുതാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമുക്ക് ഏതൊക്കെ എഴുതാൻ കൂട്ടുകാരെ? നാഗമോഹൻ ഉണ്ട്, വാലുകുലിക്കുണ്ട്, ആർട്ടിക് ടേൺ ഉണ്ടല്ലേ, അതുപോലെ മണൽപ്പുള്ളുകൾ, മഞ്ഞക്കിളിയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഏതെങ്കിലും 2 പേര് നിങ്ങൾ എഴുതുക. ഓക്കെ, താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇരപിടിയൻ പക്ഷികൾക്ക് കാലുകളിൽ വളഞ്ഞ കൂർത്ത നഖങ്ങൾ, വളർന്ന മൂർച്ചയേറിയ ചുണ്ടുകൾ എന്നിവ ഉണ്ടാകും. എല്ലാ പക്ഷികൾക്കും ശരീരത്തിൽ തൂവലുകൾ, ചിറക്, കൊക്ക് എന്നിവയുണ്ട്. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. അപ്പൊ ഇതിൽ താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? യെസ്, എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണെന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തെറ്റല്ലേ? കാരണം എന്താണ്? എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണോ? അല്ലല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക്